ഹലോ വെൽക്കം ടു 100 ഡേയ്സ് ഓഫ് ചാലഞ്ചിലെ ഡേ 1. ഈ ഒരു 100 ഡേയ്സ് ഓഫ് ചാലഞ്ച് ഞാൻ തുടങ്ങുന്നത് എന്നെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഈ 100 ദിവസങ്ങൾ കൊണ്ട് ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. പെയിൻ ടു പവർ. എൻ്റെ പെയിനിനെ ഞാൻ എങ്ങനെയാണ് പവറാക്കി എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുന്നത് എന്നാണ് ഈ ഒരു 100 ദിവസ ചാലഞ്ച് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ചെറിയ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. വുമൻസ് ആൻഡ് കിഡ്സ് വെയർ ആണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ഡിസൈൻസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഈ 100 ഡേയ്സ് ചാലഞ്ചിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ യാത്ര തന്നെയാണ്. ഞാൻ പഠിച്ച പാഠങ്ങൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ ചെറിയ ചെറിയ വിജയങ്ങൾ, ഇമോഷണലി തകർന്നു പോയ ഞാൻ എങ്ങനെയാണ് ജീവിതത്തെ തിരികെ പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഓരോ ദിവസവും എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോവാം, ഫിനാൻഷ്യലി ഏറ്റവും താഴെ നിന്ന് എങ്ങനെ നമ്മുടെ ചെറിയ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ, ഈ അനുഭവം എല്ലാവർക്കും, കുറച്ച് പേർക്കെങ്കിലും 100 ദിവസം കഴിയുമ്പോൾ ഒരു ചെറിയ അനുഭവമായി മാറട്ടെ എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെല്ലാം വിട്ടൊഴിഞ്ഞു പോയാലും നമുക്ക് ബാക്കിയായി നിൽക്കുന്നത് നമ്മുടെ കഴിവുകൾ മാത്രമായിരിക്കും, നമ്മൾ പഠിച്ച പാഠങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അതെല്ലാം നമ്മൾ പ്രചോദനമായി എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ പഠിപ്പ് ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും പിന്നീട് നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്നത്. ഈ ഒരു സീരീസിൽ ഞാൻ ഫിനാൻഷ്യൽ ഗ്രോത്ത് മാത്രമല്ല കാണിക്കുന്നത്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പെടലിൽ നിന്ന്, തീരെ മെൻ്റലി തകർന്നു പോയൊരവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡെവലപ്പായി വരാം, എങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. ഇതുകൂടാതെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാം, നമ്മുടെ ഓരോ കാര്യങ്ങളും എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പോണം ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസം ഒരു ബുക്കിൻ്റെ 5 പേജെങ്കിലും വായിക്കുക എന്നതാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു. ഇടയ്ക്ക് വെച്ച് അതെല്ലാം സ്റ്റോപ്പായി. പിന്നീട് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പുസ്തകങ്ങളായിട്ട് വായിക്കാൻ തുടങ്ങി. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഓരോ സബ്ജക്റ്റുള്ള ഓരോ പുസ്തകങ്ങളായിട്ട് ഞാൻ ഓരോ ദിവസം വായിക്കുന്നുണ്ട്. ഒരു ദിവസം 5 പേജിൽ നിന്ന് തുടങ്ങി ഒരു ദിവസം 50 പേജ് വരെ വായിച്ച ദിവസങ്ങളുണ്ട്. വായിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പ്രചോദനമാണ് കിട്ടുന്നത്. ഒറ്റയ്ക്കിരുന്ന് രാത്രി നേരം വായിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖവും കിട്ടും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എൻ്റെ ജോലികൾ ചെയ്യുമ്പോഴാണ്. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട പോലുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ, അവരത് കിട്ടിയിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഇതൊക്കെ എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ 100 ദിവസം നമ്മുടെ മനസ്സിനുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ സാധിക്കട്ടെ.